സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് ഡെത്ത് ദ ലെവലർ. ഇറ്റ്സ് എ പോം ബൈ ജെയിംസ് ഷേർലി. So before moving to the poem, let's discuss about the poet. James Shirley, 1596 to 1666, is known as the last of the Elizabethans. അപ്പോൾ ഈ എലിസബത്തിയൻസ് എന്ന് പറയുന്നത് എ പേഴ്സൺ living during the period when Elizabeth I was Queen of England. എലിസബത്ത് I ഇംഗ്ലണ്ടിലെ ക്യൂനായിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന വ്യക്തികളെ ആ ഒരു ഇറേനെ പറയുന്നതാണ് എലിസബത്തിയൻസ് എന്നുള്ളത്. ഓക്കെ, ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ ഫോർ ദി സ്റ്റേജ്. പ്രൊലിഫിക് എന്ന ടേം ധാരാളമായിട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ധാരാളമായിട്ട് അദ്ദേഹം എഴുതിയിരുന്നത് സ്റ്റേജ് ഡ്രാമാസ് ആണ് കേട്ടോ. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 സ്മോൾ വോള്യൂംസ് ഓഫ് പോംസ് ആൻഡ് പ്ലേസ്. അപ്പോൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള 4 ചെറിയ വോള്യൂംസ് ഓഫ് പോംസും കവിതകളും അതുപോലെ തന്നെ പ്ലേസും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡെത്ത് ദ ലെവലർ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പോത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം ഇസ് എ ഫ്യൂണറൽ സോങ്. ഫ്യൂണറൽ എന്ന് വെച്ചാൽ മരിച്ചൊരു വ്യക്തിയെ സംസ്കരിക്കുമ്പോൾ ഉള്ള ഇതിനാണ് ഫ്യൂണറൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ് ഈ ഡെത്ത് ദി ലെവലർ എന്നുള്ളത്. ഹൗവർ ഇറ്റ് അപ്പീൽസ് ടു ദി റീഡർ ടു തിങ്ക് അബൌട്ട് ഹ്യൂമൻ ആക്ഷൻ. ഹൗവർ എന്നിരുന്നാലും ഈ കവിത നമ്മൾ ഹ്യൂമൻ ബീങ്സ് ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കുറേ ആക്ഷനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണിത് കേട്ടോ. The central idea of the poem is the vanity and impermanence of earthly glory and power. അപ്പോൾ എന്താ പറയുന്നത്, വാനിറ്റി എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് പൊങ്ങച്ചം, ഇംപെർമനൻസ് എന്ന് വെച്ചാൽ അസ്ഥിരമായിട്ടുള്ളത്, സ്ഥിരതയില്ലാത്തത്, ഓഫ് earthly glory and power. നമ്മളുടെ ഈ എർത്തിലുള്ള ഭൂമിയിലുള്ള ഗ്ലോറി എന്ന് വെച്ചാൽ മഹത്വം, ഭൂമിയിലുള്ള മഹത്വം, അതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്തതാണ്, അതുപോലെ തന്നെ അതൊരു പൊങ്ങച്ചം മാത്രമാണ് എന്നുള്ള സെൻട്രൽ ഐഡിയ ആണ് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോം നമുക്ക് തരുന്നത്. ഓക്കെ, ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ ആൻഡ് ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക്, high and low, rich and poor, strong and weak, reducing them all to dust. അപ്പോൾ എന്താ പറയുന്നത്, ഡെത്തിന് മരണത്തിന് ആരെയും ഒരു വ്യത്യാസമില്ല, ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല. ആൻഡ് ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക്, എല്ലാവരെയും അത് കൊണ്ടുപോകുന്നു. ഹൈ ആൻഡ് ലോ, ഹൈ ക്ലാസ് ആവട്ടെ ലോ ക്ലാസ് ആവട്ടെ, റിച്ച് ആൻഡ് പുവർ, പൈസക്കാരാവട്ടെ പൈസ ഇല്ലാത്തവരാവട്ടെ, സ്ട്രോങ് ആൻഡ് വീക്ക്, സ്ട്രോങ് ആയിട്ടുള്ളവരെയും വീക്ക് ആയിട്ടുള്ളവരെയും, റെഡ്യൂസിങ് ദെം ഓൾ ടു ഡസ്റ്റ്, എല്ലാവരെയും പൊടിയാക്കി മാറ്റും, മണ്ണാക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദി മെമ്മറി ഓഫ് ദി ഗുഡ് ഡീഡ്സ് ഡൺ ഡ്യൂറിങ് അവർ ലൈഫ് ടൈം ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ മാത്രം ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ജീവിതകാലം ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് മാത്രമേ എല്ലാവരുടെയും മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ, അതെന്നും നിലനിന്നുകൊണ്ടേയിരിക്കും, ആ ഒരു ഓർമ്മ എന്നും എല്ലാവരിലും നിലനിൽക്കും. ഫസ്റ്റ് നമുക്ക് ഡെത്ത് ദ ലെവലർ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ തരാം. ഓക്കെ, ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിൻ്റെ തീം, ദിസ് പോയം അഡ്രസ്സസ് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ഫോർ ഓൾ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് ഓർ അക്കംപ്ലിഷ്മെൻറ്റ്. ഇൻഎവിറ്റബിലിറ്റി മീൻസ് സംഭവിക്കുന്ന ഉറപ്പാണ്, നമ്മൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഡെത്ത് എന്നുള്ളത് സംഭവിക്കും, എല്ലാ ആളുകൾക്കും സംഭവിക്കും. അത് ഒരു വ്യക്തി റിച്ച് ആവട്ടെ പുവർ ആവട്ടെ ഏത് സോഷ്യൽ സ്റ്റാറ്റസിലാവട്ടെ അത് അയാൾക്ക് സംഭവിച്ചിരിക്കും. ആ ഒരു തീമാണ് നമ്മളുടെ ഡെത്ത് ലെവലർ എന്നുള്ള പോത്തിനുള്ളത്. ഓക്കെ, ദ സെൻട്രൽ ഐഡിയ ഓഫ് ജെയിംസ് ഷേർലീസ് പോം ഡെത്ത് ദ ലെവലർ ഈസ് ദ ഡെത്ത് ഈസ് അൻ അൾട്ടിമേറ്റ് ഈക്വലൈസർ. ഡെത്ത് എല്ലാത്തിനെയും ഈക്വലൈസ് ചെയ്യുന്നു, അതായത് റിച്ച് പുവർ ഏത് സ്റ്റാറ്റസിലായിക്കോട്ടെ അവരെല്ലാവരെയും ഈക്വലൈസ് ചെയ്യുന്നു. bringing everyone regardless of their social status, wealth, power or achievement to the same humble end. എല്ലാവർക്കും ഒരുപോലത്തെ അവസാനമാണ്, ഒരു മണ്ണിലായിരിക്കും എല്ലാവരുടെയും അവസാനം എന്നുള്ളതാണ് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോത്തിൻ്റെ സെൻട്രൽ ഐഡിയ വരുന്നത്. ഓക്കെ, നമ്മളുടെ പോത്തിൻ്റെ റൈം സ്കീം ABABCCDD, ഈ റൈമിംഗ് സ്കീമാണ് ഫോളോ ചെയ്യുന്നത്. ടോൺ വരുന്നത്, ദ പോം ഷോസ് ദ യൂസ് ഓഫ് ഫിഗ്രേറ്റീവ് ലാംഗ്വേജ് വിത്ത് എ സീരിയസ് ടോൺ. സീരിയസ് ആയിട്ടുള്ള ടോണാണുള്ളത്, ഫിഗ്രേറ്റീവ് ലാംഗ്വേജ് ആണ്. ഫിഗ്രേറ്റീവ് ലാംഗ്വേജ് മീൻസ്
വേർഡ് ഓർ എക്സ്പ്രഷൻ വിത്ത് ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, അലങ്കാരിക ഭാഷ, അതാണ് ഫിഗ്രേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ഈസ് ടോട്ടൽ ഓഫ് 3 സ്റ്റാൻസാസ് വിത്ത് ഈച്ച് ഹാവിങ് 8 വേഴ്സസ്. അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത് 3 സ്റ്റാൻസാസ് ആണ്. അതിൽ ഈച്ച് സ്റ്റാൻസയിലും 8 വേഴ്സസ് ആണുള്ളത്, 8 ലൈൻസ് ആണുള്ളത്. ഓക്കെ, ദെൻ ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ്. ഓക്കെ, ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സോങ് ആണ്, അതായത് അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്, അവിടെ ആ ഒരു പ്ലേസിൽ പാടുന്ന പാട്ടാണ്. ഹൗവർ ഇറ്റ് അപ്പീൽസ് ടു ദി റീഡർ ടു തിങ്ക് അബൌട്ട് ഹ്യൂമൻ ആക്ഷൻസ്. നമ്മൾ ഇവിടെ അത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ആക്ഷൻസ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ഷൻസ് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. റീഡ് ആൻഡ് എൻജോയ്. ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഡീഡ്സ് എന്ന് വെച്ചാൽ പ്രവൃത്തികൾ, വേർഡ്സ് എന്ന് വെച്ചാൽ വാക്കുകൾ. നമ്മൾ പറയുന്ന വാക്കിലേറെ സംസാരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലേ? ഒരു വ്യക്തി വാക്കാലെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമെങ്കിലും അതല്ല ആളുകൾ ശ്രദ്ധിക്കുക, അദ്ദേഹം അത് ശരിക്കും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ എന്നും ഓർക്കപ്പെടും. ഹിയർ ഈസ് എ പോം വിച്ച് ടെൽസ് us about the glory of deeds. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോയം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഗ്ലോറി ഓഫ് ഡീഡ്സ്, നമ്മളുടെ പ്രവൃത്തിയുടെ മഹത്വം, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. റീഡ് ഓൺ. ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി പോം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓരോ സ്റ്റാൻസാസ് നോക്കാം, എന്നിട്ട് ആ സ്റ്റാൻസയിൽ വരുന്ന ന്യൂ വേർഡ്സിൻ്റെ മീനിങ്സ് ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം ലൈൻ ബൈ ലൈൻ മീനിങ് ആയിട്ട് നോക്കാം കേട്ടോ. The glories of our blood and state are shadows, not substantial things. There is no armor against faith. Death lays his icy hands on kings. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഗ്ലോറീസ്. ഗ്ലോറീസ് മീൻസ് ഫെയിം. ഫെയിം എന്ന് വെച്ചാൽ നമ്മളെ മഹത്വങ്ങളൊക്കെ. ബ്ലഡ്, ഫാമിലി, ഒറിജിൻസ് ഓഫ് ബർത്ത്. ഇവിടെ ബ്ലഡ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് ഫാമിലിയുടെ ഒറിജിൻ അല്ലെങ്കിൽ ബർത്ത് എന്നാണ്. ഓക്കെ, സ്റ്റേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റസ് എന്നാണ്. സബ്സ്റ്റൻഷ്യൽ മീൻസ് റിയൽ ഓർ സ്റ്റേബിൾ ആയിട്ടുള്ളത്, നമുക്ക് അങ്ങനെ മാറ്റം വരുത്താത്തതിനാണ്, നമ്മൾ ദൃഢമായിട്ടുള്ള കാര്യത്തിനാണ് സബ്സ്റ്റൻഷ്യൽ എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത്. ആർമർ മീൻസ് ദ മെറ്റൽ കവറിങ് ഫോർമലി വോർ ടു പ്രൊട്ടക്ട് ദി ബോഡി ഇൻ ബാറ്റിൽ. യുദ്ധസമയത്തൊക്കെ നമ്മളുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ കവറിങ് ആണ് ആർമർ എന്ന് വെച്ചാൽ ഷെൽഡ് പോലെ. ഓക്കെ, അപ്പോൾ ആർമർ ഇവിടെ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതാണ് ആർമർ. ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഡെസ്റ്റിനി, നമ്മളുടെ വിധിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെപ്റ്റർ. സെപ്റ്റർ ദ ഓർണമെൻറ്റ് റോഡ് ഓഫ് കിങ്, എ സിമ്പിൾ ഓഫ് പവർ. ഇവിടെ ഈ കിങ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഓർണമെൻറ്റിനാണ് നമ്മൾ സെപ്റ്റർ എന്ന് പറയുന്നത്. ടെമ്പിൾ. ടെമ്പിൾ എന്ന് വെച്ചാൽ ഫാൾ ഡൗൺ. ക്രൂക്ഡ് എന്ന് വെച്ചാൽ ഡിസ്ഹോണസ്റ്റ്. സൈത്ത് എന്ന് വെച്ചാൽ എ ടൂൾ വിത്ത് എ ലോങ് ഹാൻഡിൽ ആൻഡ് സ്ലൈറ്റ്ലി കർവ്ഡ് ബ്ലൻറ്റ്. നമ്മളുടെ ഈ അരിവാളിനാണ് സൈത്ത് എന്ന് പറയുന്നത്. സ്പേഡ്, എ ടൂൾ വിത്ത് ഷാർപ്പ് എഡ്ജ്ഡ്. കൈക്കോട്ടിനാണ് സെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളുടെ മഹത്വങ്ങൾ, നമ്മൾ ജനിച്ചപ്പോഴുള്ള ബർത്ത്, ഫാമിലി, ഒറിജിൻ, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാറ്റസ്, നമുക്ക് ജന്മന കിട്ടിയിട്ടുള്ള ഫാമിലി, ഒറിജിൻ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആ ഷാഡോസ്, അതൊരു നിഴൽ പോലെ മാത്രമാണ്. നോട്ട് സബ്സ്റ്റൻഷ്യൽ തിങ്സ്, അതൊരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ദൃഢമായിട്ടുള്ള സ്റ്റെബിളായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജന്മന നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ദൃഢമായിട്ടോ അല്ലെങ്കിൽ സ്റ്റെബിളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മളുടെ ബർത്ത്, നമുക്ക് ബർത്തായി കിട്ടിയിട്ടുള്ള ഫാമിലി സ്റ്റാറ്റസ്, ഇതൊന്നും നമുക്ക് ദൃഢമായിട്ടുള്ളതല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ. ദർ ഈസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഫെയ്ത്ത്. നമ്മളുടെ വിധിയെ നമുക്ക് തടുക്കാനാവില്ല. വിധിയെ നമുക്കൊരു കവചം വെച്ചിട്ട് തടുക്കാനാവില്ല. ആർമർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഷെൽഡ് പോലെ, ഒരു കവറിങ് പോലെയാണ് ആർമർ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെയല്ല വിധിനെ നമുക്ക് തടുക്കാനാവില്ല എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഡെത്ത് ലേസ്
ഈസ് ഐസി ആൻഡ്സ് ഓൺ കിങ്സ്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് മരണം. ഓക്കെ, ഇവിടെ ഡെത്ത് ലേസ് ഇസ് ഐസി ആൻഡ്സ്. ഇവിടെ ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ക്യാരക്ടറായിട്ടുള്ള ഐസി ഹാൻഡ്സുമായിട്ട് പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെത്ത് ലേസ് ഇസ് ഐസി ആൻഡ്സ് ഓൺ കിങ്സ് സെപ്റ്റർ ആൻഡ് ക്രൗൺ. ഡെത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഐസി ഹാൻഡ്സ്, തണുത്ത കൈകൾ കിങ്ങിൻ്റെ മേലെ. സെപ്റ്റർ ആൻഡ് ക്രൗൺ കിങ്ങിൻ്റെ കയ്യിലുള്ള ആ ഒരു ചെങ്കോലിനാണ് സെപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രൗൺ, കിരീടം. ഈ കിങ്ങിൻ്റെ മേന്മകൾ ഉണർത്തുന്ന കാര്യങ്ങളാണല്ലോ അയാളുടെ ചെങ്കോലും കിരീടമൊക്കെ. ആ ഒരു മഹിമയൊക്കെ ഡെത്ത് കവർ ചെയ്യും. ആ ഒരു മഹിമയൊക്കെ ഇല്ലാതാക്കും. ഒരു കിങ്ങിൻ്റെ മഹിമകളൊക്കെ ഇല്ലാതാക്കാൻ ഡെത്തിന് പവർ ഉണ്ടെന്ന് പറയണം. മസ്റ്റ് ടെമ്പിൾ ഡൗൺ. ടെമ്പിൾ എന്ന് വെച്ചാൽ വീഴുക. ഓക്കെ, ഫോൾ ഡൗൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കിങ്ങിൻ്റെ ആ മഹിമകളെല്ലാം വീഴുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. And in the dust be equal made with the poor crooked scythe and spade. സൈത്ത് ആൻഡ് സ്പേഡ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന അരിവാള് അതുപോലെ തന്നെ കൈക്കോട്ടിനാണ്. സൈത്ത് എന്ന് വെച്ചാൽ അരിവാള്, സ്പേഡ് എന്ന് വെച്ചാൽ കൈക്കോട്ട്. അപ്പോൾ ആമേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ക്രൂക്ഡ് എന്ന് വെച്ചാൽ ഡിസ്ഹോണസ്റ്റ് അല്ലെങ്കിൽ ബെൻറ്റ്, നമ്മളെ ബെൻറ്റ് ചെയ്യിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദി ഡസ്റ്റ് ബി ഈക്വലി മെയ്ഡ്. അപ്പോൾ ഈ കിങ്ങുകളൊക്കെ ഡസ്റ്റ് എന്ന് വെച്ചാൽ മണ്ണിൽ ഈക്വലാണ് എല്ലാവരും, കിങ്ങും അതുപോലെ തന്നെ ഫാർമർ. ഇവിടെ താഴെ ഉദ്ദേശിക്കുന്നത് വിത്ത് ദി പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പേഡ്. ഫാർമറും കിങ്ങും ഒക്കെ മണ്ണിൽ ഒരുപോലെ തന്നെയാണ്, മരണത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മളെന്താ പഠിക്കുന്നത്? നമ്മളുടെ ഈ ബർത്ത്, നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഫെയിം, സ്റ്റാറ്റസ്, ഇതെല്ലാം വെറും ഷാഡോസ് മാത്രമാണ്. അതൊന്നും റിയൽ അല്ല. അതുപോലെ തന്നെ നമ്മളെ വിധിയെ നമുക്ക് തടുക്കാനാവില്ല, ഇന്നെവിറ്റബിളാണ്, നമുക്കതിനെ തടുക്കാനാവില്ല. അതുപോലെ തന്നെ റിച്ച് പുവർ, കിങ് ഫാർമർ എന്നുള്ള വ്യത്യാസമൊന്നും ഡെത്തിനില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, some men with swords may reap the field and plant fresh laurels where they kill, but their strong nerve at last must yield. They tame but one another still. Early or late they stoop to faith and must give up their murmuring breath when they pale captives creep to death. So first word is swords, which is a weapon with long blade and handle, ആ പിക്ചറിൽ കാണുന്ന പോലെ. നെക്സ്റ്റ് വൺ ഇസ് റീപ്പ് മീൻസ് കട്ട്. ഓക്കെ, കട്ട് ചെയ്യുന്നതിനാണ് റീപ്പ് എന്ന് പറയാം. ലോറൽസ് ഈസ് എ പ്ലാന്റ് വിത്ത് ഡാർക്ക് ഗ്രീൻ ആൻഡ് ഷൈനി ലീവ്സ്. ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് ഈ ലോറൽസ് എന്ന് പറയുന്നത്. ടേം മീൻസ് കൺട്രോൾ, സ്റ്റൂപ്പ് മീൻസ് സറണ്ടർ ആൻഡ് ക്യാപ്റ്റീവ് മീൻസ് പ്രിസണർ. ഓക്കെ, ഇതൊക്കെയാണ് വേർഡ്സിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. Some man with swords may reap the field. Some man with swords, വാൾ ഉപയോഗിക്കുന്ന ചില ആളുകൾ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാരിയേഴ്സിനെയാണ്, യോദ്ധാക്കളെയാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. സം മാൻ വിത്ത് സോഡ്സ് എന്ന് വെച്ചാൽ യോദ്ധാക്കൾ. മേ റീപ്പ് ദ ഫീൽഡോ ഇവിടെ പോയിട്ട് മീൻ ചെയ്യുന്നത് ബാറ്റിൽ ഫീൽഡാണ്. അപ്പോൾ ബാറ്റിൽ ഫീൽഡിലുള്ള ചില യോദ്ധാക്കൾ റീപ്പ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യും, കൊഴിയും എന്ന് പറയുന്നത്. അത് ബാറ്റിൽ ഫീൽഡിലുള്ള യോദ്ധാക്കൾ തല കൊഴിയുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈന് വാരിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. അവർ കില്ല് ചെയ്യുന്ന ആ പ്ലേസിൽ, ആളുകളെ കൊല്ലുന്ന ആ സ്ഥലത്ത് പ്ലാന്റ്, അവർ കൊന്നതിന് ശേഷം ഫ്രഷ് ലോറൽസ് അവിടെ പ്ലാന്റ് ചെയ്യും, നടും. ഓക്കെ, അവിടെ നടും കില്ല് ചെയ്തതിന് ശേഷം. ഈ വാരിയേഴ്സ് കൊല്ലുന്ന ആ സ്ഥലത്ത് അവരുടെ ഒരു ബ്രേവറി ഓർത്തു വെക്കുന്ന രീതിയിൽ, ഒരു സിമ്പിൾ എന്നുള്ള രീതിയിൽ അവർ ഫ്രഷ് ലോറൽസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദ സ്ട്രോങ് നെർവ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. പക്ഷെ അവരുടെ സ്ട്രോങ് നെർവ്, അവർക്ക് അത്രയും ശക്തി ഉള്ളതുകൊണ്ടാണ് അവർ ബാക്കിയുള്ളവരെ കൊല്ലുന്നത്. ഓക്കെ, ഈ വാരിയേഴ്സ്. അപ്പോൾ ആ അത്രയും ശക്തിയുള്ള ഈ വാരിയേഴ്സ് അടക്കം അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, അവരും അവരെ ലാസ്റ്റ് ഈൽഡ് ചെയ്യണം. ഈൽഡ് എന്നുള്ള ടേം ഇവിടെ മീൻ ചെയ്യുന്നത് സറണ്ടർ ചെയ്യാന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര ശക്തിയുള്ളവരാവട്ടെ, നിങ്ങളും ഒരു ദിവസം കീഴടങ്ങേണ്ടി വരും. മരണത്തിന് മുമ്പിൽ നിങ്ങളും ഒരു ദിവസം കീഴടങ്ങേണ്ടി വരും. ഇപ്പോൾ ഒരു വാരിയർ എത്ര പേര് യുദ്ധത്തിൽ കൊന്നാലും ദേ ആർ നോട്ട് തിങ്കിങ് നമുക്കും ഒരു അവസാനമുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ദേ ടേം ബട്ട് വൺ അനദർ സ്റ്റിൽ.
അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം നമ്മൾ എനിക്ക് ഇങ്ങനെയാണെന്നറിഞ്ഞാലും ദേ ടേം ബട്ട് വൺ അനദർ സ്റ്റിൽ. ടേം എന്ന് വെച്ചാൽ കൺട്രോൾ എന്നുള്ള മീനിങ്ങാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ കൺട്രോൾ ചെയ്യും, മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. ഏർലി ഓർ ലേറ്റ്, അതായത് ആദ്യമാവാം അല്ലെങ്കിൽ പിന്നീടാവാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരണം വരാം എന്നാണ് പറയുന്നത്. ദേ സ്റ്റൂപ്പ് ടു ഫെയ്ത്ത്. സ്റ്റൂപ്പ് മീൻസ് സറണ്ടർ. ഓക്കെ. ദേ സ്റ്റൂപ്പ് ടു ഫെയ്ത്ത്. വിധിയിൽ അവർ കീഴടങ്ങേണ്ടി വരും. മരണം എന്നുള്ള ആ വിധിയോട് നമ്മൾ സൂണർ ഓർ ലേറ്റർ വി മസ്റ്റ് സറണ്ടർ. ഓക്കെ. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദെയർ മർമറിങ് ബ്രീത്ത്. അവരിപ്പോൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ബ്രീത്ത്, ആ ഒരു ശ്വാസം നമുക്ക് ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും. വെൻ ദേ പേൽ ക്യാപ്റ്റീവ് ക്രീപ്പ് ടു ഡെത്ത്. ദേ പേൽ ക്യാപ്റ്റീവ്, അവരെ പെയിൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വളർത്തിയിരിക്കുന്നതിനാണ് പെയിൽ എന്ന് പറയാം. ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ ഒരു പ്രിസ്ണർ എന്നുള്ള മീനിങ് ആണ് ക്യാപ്റ്റീവിനുള്ളത്. ഡെത്തിൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ വളർത്തിയിരിക്കുന്ന ആ സമയം നമ്മളൊരു പ്രിസ്ണറിനെ പോലെയാണ്, അത് നമ്മളിങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ക്രീപ്പ് ടു ഡെത്ത്. ക്രീപ്പ് മീൻസ് ഇഴയുന്നതിനാണ് ക്രീപ്പ് എന്ന് പറയുക. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഒരു വാരിയർ അയാളുടെ ബാറ്റിൽ ഫീൽഡിൽ തലകൾ കൊഴിയും, ആളുകളെ കൊല്ലും. ആ സമയത്ത് അയാൾ ആളുകളെ കൊന്നതിൻ്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ, ഒരു വിക്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ഒരു പ്ലാന്റ് നടും, ലോറൽ ലീവ്സ് നടും. ബട്ട് അയാൾക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ വാരിയറിനടക്കം ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. സൂണർ ഓർ ലേറ്റർ. ഓക്കെ. നമുക്ക് തേർഡ് സ്റ്റാൻസ് നോക്കാം. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see whether the victim bleeds. Your heads must come to the cold tomb. Only the action of the just smell sweet and blossom in their dust. Garlands, wreath of flower. wreathനാണ് ഗാർലൻഡ്സ് എന്ന് പറയാം. വിതർ എന്ന് വെച്ചാൽ ഡ്രൈ അപ്പ്, ഉണങ്ങിയതിന്. ഓക്കെ. ബോസ്റ്റ്, സ്പീക്ക് പ്രൗഡ്ലി, നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നതിനാണ് ബോസ്റ്റ് എന്ന് പറയുന്നത്. ആൾത്തർ, എ ഫ്ലാറ്റ് ടോപ്പ് ലൈക്ക് ടേബിൾ ഓർ പ്ലാറ്റ്ഫോം യൂസ്ഡ് ഇൻ ചർച്ച്. അപ്പോൾ അതിനാണ് ആൾട്ടർ എന്ന് പറയുന്നത്. മലയാളത്തിൽ ആൾത്താര എന്ന് പറയും. ടോംബ്, എ ലാർജ് അണ്ടർഗ്രൗണ്ട് ഫോർ ബറിയൽ ഓഫ് ഡെത്ത്. ശവകുടീരമാണ് ടോംബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഗാർലാൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ഗാർലൻഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, വ്രീത്ത്, പുഷ്പഹാരത്തിനാണ് ഗാർലൻഡ്സ് എന്ന് പറയുന്നത്. ദ ഗാർലൻഡ്സ്, ഇവിടെ ഗാർലൻഡ്സ് എന്നുള്ള ടേം മീൻ ചെയ്യുന്നത് ദ ഫ്ലവർ ഓഫ് പ്രൈഡ് ആൻഡ് വിക്ടറി. നിങ്ങളുടെ വിക്ടറിയുടെ സിമ്പിളായിട്ട് നിങ്ങൾ ധരിച്ചിട്ടുള്ള ആ ഒരു പുഷ്പഹാരം ഉണ്ടല്ലോ, അതൊരിക്കലും ഡ്രൈ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഐബ്രോസിൻ്റെ മുകളിൽ തന്നെ വീഴും. അതായത് നിങ്ങൾ വിക്ടറി ആയിട്ട് കൊണ്ട് നടക്കുന്നതൊന്നും നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരിക്കലും ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്, അതെല്ലാതും അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. ബോസ്റ്റ് എന്നുള്ള ടേം മീൻ ചെയ്യുന്നത് സ്പീക്ക് ടു പ്രൗഡ്ലി, നമ്മൾ പ്രൗഡായിട്ട് പറയുന്നതിനാണ് ബോസ്റ്റ് എന്ന് പറയാം. ഓക്കെ. മൈറ്റി ഡീഡ് എന്ന് വെച്ചാൽ ശക്തമായിട്ട് ചെയ്ത പ്രവർത്തികൾ, ഭയങ്കരമായിട്ട് ചെയ്ത ആ പ്രവർത്തികളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാനുള്ളൊരു കാര്യം ഡെത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ അൾട്ടർ നൗ. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ അൾട്ടർ നൗ, സീ വെയർ ദ വിക്ടിം ബ്ലീഡ്സ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ പേർപ്പിൾ ആയിട്ടുള്ള ഡെത്തിൻ്റെ, നമ്മളുടെ മരണത്തിൻ്റെ ആൾത്താരയിൽ വിക്ടിം ബ്ലീഡ്സ്. വിക്ടർ ആവട്ടെ, അതായത് ഭയങ്കര വിക്ടറി ഉള്ള വ്യക്തി ആവട്ടെ, അതുപോലെ തന്നെ വിക്ടിം ആവട്ടെ, അവർ രണ്ടുപേരും അതിനു മുമ്പിൽ ബ്ലീഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. മരണത്തിന് മുമ്പിൽ വിക്ടർ അല്ലെങ്കിൽ വിക്ടിം എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ. എല്ലാവരും ഈക്വലാണ്. ദ ലെവലറാണ് ഡെത്ത് എന്നുള്ളത് വീണ്ടും കവി പറയാണ് കേട്ടോ. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദി കോൾഡ് ടോംബ്. നിങ്ങളുടെ തല വരും എന്ന് പറയണം. നിങ്ങളുടെ ഹെഡ്സ് മസ്റ്റ് കം ടു ദി കോൾഡ് ടോംബ്. ആ ഒരു തണുത്ത് വിറച്ചിട്ടുള്ള ആ ടോംബിലോട്ട്, ആ ഒരു ശവകുടീരത്തിലോട്ട് നിങ്ങളുടെ തല എത്തിപ്പെടും. നിങ്ങൾ എങ്ങനെയാണെങ്കിലും മരണത്തിലോട്ട് എത്തിപ്പെടും. ഓൺലി ദി ആക്ഷൻ ഓഫ് ദി ജസ്റ്റ്
സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ, ജസ്റ്റ് ആയിട്ടുള്ള നല്ല പ്രവൃത്തികൾ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്, അത് ഭയങ്കര സ്വീറ്റായിട്ട് നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും. ബ്ലോസം എന്ന് വെച്ചാൽ വിടരും, അതിങ്ങനെ വിടർന്ന് നിൽക്കും. ഇൻ ദെയർ ഡസ്റ്റ്, അവർ ആ കിടക്കുന്ന മണ്ണിൻ്റെ മുകളിൽ അതിങ്ങനെ വിടർന്ന് നിൽക്കും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ എല്ലാവരും ഓർത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഈക്വൽ ലെവലറാണ്. നമ്മളൊരു ധീരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധു ആയിക്കോട്ടെ, നമ്മളെല്ലാം ഈക്വലാണ് ഡെത്തിന് മുമ്പിൽ. ഓക്കെ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മാത്രമേ ബാക്കിയുള്ളവർ ഓർക്കുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ലാസ്റ്റ് പോയിട്ട് തരുന്നത്. ഇത്രയേ ഉള്ളൂ ഡെത്ത് ദ ലെവലർ എന്നുള്ള പോം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.